2001 കാലമാണ്, ഡിസംബർ 13. ഡൽഹിയിൽ വളരെ തണുപ്പുള്ള ഒരു പ്രഭാതം. ഇന്ത്യൻ പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടക്കുകയാണ്. ഏകദേശം 200 എംപിമാരും പ്രധാനമന്ത്രിമാരും ആ കെട്ടിടത്തിനുള്ളിലുണ്ട്. പുറത്ത് 1-ാം നമ്പർ ഗേറ്റിന് കാവൽ നിൽക്കുകയാണ് CRPF കോൺസ്റ്റബിളായ 32-കാരി കമലേഷ് കുമാരി. വികാസ്പൂരിലെ വീട്ടിൽ നിന്ന് തൻ്റെ 2 കൊച്ചു പെൺമക്കൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി വൈകുന്നേരം നേരത്തെ എത്താമെന്നൊരു വാക്കും കൊടുത്താണ് അന്ന് കമലേഷ് കുമാരി ജോലിക്കെത്തിയത്. രാവിലെ 11:40 വിജയ് ചൗക്കിൽ നിന്നും ചുവന്ന ബീക്കണും ഘടിപ്പിച്ച് DL3CJ 1527 ലൈസൻസ് പ്ലേറ്റുള്ള ഒരു വെളുത്ത അംബാസിഡർ കാർ അതിവേഗം ഈ പാർലമെന്റിലേക്ക് കടന്നു വരുന്നത് കമലേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാർലമെന്റ്, ആഭ്യന്തര മന്ത്രാലയം എന്നിങ്ങനെ വണ്ടിയിൽ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ട് തന്നെ VVIPകളിൽ ആരുടെയെങ്കിലും കാർ ആകാമെന്ന് കരുതാം. പക്ഷേ ആ വരവ് കണ്ടിട്ട് കമലേഷിന്റെ ഉള്ളിലെ പോലീസുകാർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാറ് വലിയ വേഗതയിലാണ് വരുന്നത്. അവർ ആ കാറ് തടയാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് കാർ നിന്നു. അതിൽ നിന്നും തോക്കുകളും ഗ്രനേഡുകളുമായി 5 ഭീകരർ പുറത്തേക്ക് ചാടി. ആ ഭീകരർ പാർലമെന്റിന് ഉള്ളിലേക്ക് കയറിയാൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നറിയുന്ന കമലേഷ് തൻ്റെ വോക്കി ടോക്കിയിലൂടെ അലറി വിളിച്ചു, ഭീകരർ എന്ന്, ഗേറ്റുകൾ അടയ്ക്കൂ എന്ന്. തങ്ങളെ മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞ ഭീകരർ കമലേഷിന് നേരെ വെടിയുതിർത്തു. 11 വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിലൂടെ തുളച്ചുകയറി. വെടിയേറ്റ് വീണിട്ടും അവസാന നിമിഷം വരെ അവർ പറഞ്ഞത് ഗേറ്റുകൾ അടയ്ക്കൂ എന്നായിരുന്നു. ആ നിലവിളി കേട്ട മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പാർലമെന്റിന്റെ പ്രധാന ഗേറ്റുകൾ അടച്ചു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ആ 5 ഭീകരരെയും വധിച്ചു. ഒരുപക്ഷെ കമലേഷ് ആ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെങ്കിലോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല ചിലപ്പോൾ അന്ന് അവിടെ നടക്കുമായിരുന്നു. സ്വന്തം ജീവൻ നൽകി അവർ നമ്മുടെ രാജ്യത്തെ കാത്തു. പക്ഷേ വൈകുന്നേരം മടങ്ങി വരാം, വേഗം വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞു പോയ ആ അമ്മയുടെ മക്കളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കിയായി. രക്തസാക്ഷിയായ കമലേഷ് കുമാരിയുടെ ത്യാഗത്തിന് രാജ്യവും ഏറ്റവും വലിയ മരണാനന്തര ബഹുമതിയായ അശോക ചക്ര നൽകിയാണ് ആദരിച്ചത്. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ലീ ഹണ്ടിന്റെ വാക്കുകൾ പോലെ, ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച സ്ത്രീകൾ സ്വന്തം ജീവിതം ത്യാഗമായി സമർപ്പിച്ചവരാണ്. ശരിയല്ലേ? ആയുധധാരികൾക്ക് മുന്നിലേക്ക് ആയുധമോ കവചമോ ഇല്ലാതെയാണ് അന്ന് ആ വനിതാ കോൺസ്റ്റബിൾ പ്രതിരോധിക്കാനായി എത്തിയത്. തൻ്റെ രാജ്യത്തോട്, തൻ്റെ കർത്തവ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ് ജീവനേക്കാളും വലുതെന്ന് കമലേഷ് കുമാരിക്ക് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ടല്ലേ? അത്രമേൽ ആത്മാർത്ഥതയോടെ നമുക്കത് നിറവേറ്റാം. കമലേഷ് കുമാരി നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനവുമാണ്.